CPM വിമതരിലും ഭിന്നത. പാലക്കാട് ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മയ്ക്കെതിരെ ഒറ്റപ്പാലത്തെ വിമത നേതാവ്. ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന PK ശശിയുടെ വാദം കേട്ടപ്പോൾ ചിരിയാണ് വന്നതെന്ന് SR പ്രകാശ്. ഒറ്റപ്പാലത്തെ CPM വിമതർ ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മയുടെ ഭാഗമാകില്ല. AKGയുടെയും കൃഷ്ണപിള്ളിയുടെയും സുന്ദരയ്യരുടെയും എല്ലാം അനുയായിയായാണ് എന്ന മട്ടിൽ ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന PK ശശിയുടെ ഭാഷ്യം കേട്ടപ്പോൾ തമാശ തോന്നിയെന്നും SR പ്രകാശ് പറഞ്ഞു. അതിൽ പങ്കെടുത്തവരും അതിൽ പ്രസംഗിച്ച ആളൊക്കെ പറയുന്നത് ഇതൊരു മാർക്സിസ്റ്റ് കൂട്ടായ്മയാണ് എന്നാണ്. ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. അത് കേട്ടപ്പോൾ വലിയ കഷ്ടം തോന്നി, അതോടൊപ്പം തന്നെ നല്ല തമാശയായിട്ടും തോന്നി. ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് യോഗം ഉദ്ഘാടനം ചെയ്തയാൾ പറയുന്ന കേട്ടപ്പോൾ 2006 ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാർട്ടി, ഇദ്ദേഹം ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത് എന്നതും ഞങ്ങൾ നന്നായി അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളാണ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ നല്ല തമാശയായിട്ട് തോന്നി. അതേ ക്വാളിറ്റി ഉള്ളവരാണോ ആ കൺവെൻഷൻ പങ്കെടുത്തവരെന്ന് ഞങ്ങൾക്കറിയില്ല, നമുക്കെല്ലാവരും പരിചയമില്ല. ഈ കൺവെൻഷനിൽ ആദ്യം സംസാരിച്ച വ്യക്തി അദ്ദേഹമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഏതാണ്ട് നമ്മുടെ AKGയുടെയും കൃഷ്ണപിള്ളയുടെയും സുന്ദരയ്യയുടെയൊക്കെ അടുത്ത അനുയായിയാണ് ഞാൻ, പാലക്കാട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ തന്നെയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭയങ്കര തമാശയാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നിടത്ത് പോകുന്നവരല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരും പൊതുപ്രവർത്തനം നടത്തുന്നവരും ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും കമ്മ്യൂണിസ്റ്റുകാരായി തുടരുന്നവരാണ്. ആ നിലയിൽ തന്നെ തുടരുകയും ചെയ്യും. 2006 PK ശശി ഉൾപ്പെടെയുള്ളവർ ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കുമ്പോഴാണ് ഒറ്റപ്പാലത്തെ വിമത കൂട്ടായ്മ രൂപപ്പെട്ടത്. CPM നേതാവായിരുന്ന SR പ്രകാശൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് വിമതരായി രംഗത്ത് വന്നു. പിന്നീട് തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര മുന്നണി എന്ന നിലയ്ക്ക് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ നിർണായക ശക്തിയായി വിമത മുന്നണി മാറിയിരുന്നു. PK ശശി സ്ഥാനാർത്ഥിയായി വന്നാൽ അപ്പോൾ നിലപാട് പ്രഖ്യാപിക്കുമെന്നും SR പ്രകാശ് പ്രതികരിച്ചു. ഞങ്ങൾ അതിന് മാത്രം വലിപ്പമുള്ളവരല്ല, ഞങ്ങളൊരു ചെറിയ സംഘമാണ്. നിങ്ങൾ പറയുന്ന ഇദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തവനാണ്. ലോകം അറിയുന്ന ആരാധ്യനായ കമ്മ്യൂണിസ്റ്റുകാരനും ലക്ഷങ്ങൾ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞ് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം. ജനലക്ഷങ്ങൾ കൂടെയുള്ള മഹാനാണ്. അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജയോ പരാജയമൊക്കെ കൂടെയുള്ള ജനലക്ഷങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അതിനൊന്നും ശേഷിയുള്ളവരല്ല, ഞങ്ങൾ ചെറിയൊരു സംഘമാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി ജീവിക്കാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കണം. അദ്ദേഹത്തിൻ്റെ ഒന്നും വലിപ്പമുള്ളവരല്ല ഞങ്ങൾ. UTV ന്യൂസ് പാലക്കാട്.